ഇറാന്റെ മിസൈൽ ശേഖരത്തിൻ്റെ ഒരു പങ്ക് ഹൂതികളുടെ കൈവശം നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ടാവണം. അതവർ സേഫ് കീപ്പിങ്ങിൽ വെച്ചിട്ടുണ്ടാവണം. അത് യഥേഷ്ടം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ്. എക്കാലത്തും ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഹൂതികളെ ഇറാൻ സഹായിച്ചത്. ആവശ്യത്തിന് ഉപകരിക്കാൻ ഇപ്പോൾ ഇതാ ഹൂതികൾ വരുന്നു. ബാബെൽ മന്ദേബ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതുക. ലോക വ്യാപാരത്തിൻ്റെ എണ്ണ മാത്രമല്ല, സമസ്ത വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് അതുവഴിയാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഒരു മാസം പിന്നിട്ട വേളയിലാണ് യമനിലെ ഹൂതി വിമതർ കൂടി ഈ യുദ്ധമുഖത്തേക്ക് നേരിട്ട് രംഗപ്രവേശനം നടത്തിയിരിക്കുന്നത്. ഇറാനെതിരായ അധിനിവേശ നടപടികൾ യുഎസും ഇസ്രയേലും അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഹൂതികളുടെ വരവ് യുദ്ധത്തെ ഇനി ഏത് രീതിയിലാണ് ബാധിക്കുക? എന്തുകൊണ്ട് ഒരു മാസം സംയമനം പാലിച്ചിരുന്ന യമനിലെ ഹൂതി റിബൽസ് ഇപ്പോൾ പെട്ടെന്ന് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു? ഇതിനുത്തരം വളരെ സങ്കീർണമാണ്. നേരത്തെയൊക്കെ പലസ്തീൻ ആക്രമണ വിധേയമായപ്പോൾ, അല്ലെങ്കിൽ ഗാസയിലേക്ക് വൻതോതിൽ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചപ്പോൾ പല ആവർത്തി ഹൂതികൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ഹൂതികളുടെ ഭൂമിയിൽ നിന്നുകൊണ്ട്, യമനിൽ നിന്നുകൊണ്ട് വളരെ ദൂരെയുള്ള 2600 കിലോമീറ്റർ കടന്നു വേണം, സൗദിയുടെ മണ്ണിലൂടെ പോയി വേണം, അല്ലെങ്കിൽ എയർ സ്പേസ് കടന്നു വേണം ഇസ്രയേലിലെത്താൻ മിസൈലുകൾ പായിച്ചു. അതിൽ ചിലതൊക്കെ ശബ്ദാതിവേഗ മിസൈലുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം എന്താ? ഇതൊന്നും ഹൂതികൾ സ്വന്തം ഇൻഡിജിനസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഹൈപ്പർ സോണിക് മിസൈലുകൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം. കാരണം അവരൊരു ക്രൂഡ് ഒരു ഫോർമേഷൻ, പക്ഷേ വലിയ എണ്ണമുണ്ട്, നല്ലൊരു ഫൈറ്റിംഗ് ഫോഴ്സാണ്, സാമാന്യം ട്രെയിൻഡുമാണ്. പക്ഷേ ഇറാൻ്റെ മിസൈൽ ശേഖരത്തിൻ്റെ ഒരു പങ്ക് ഹൂതികളുടെ കൈവശം നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ടാവണം. അതവർ സേഫ് കീപ്പിങ്ങിൽ വെച്ചിട്ടുണ്ടാവണം. അത് യഥേഷ്ടം ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ്. ഹൂതി മേഖലയിൽ മിസൈൽ ലോഞ്ചിങ് സൈറ്റിലൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തി. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 2024-ലും 2025-ലും ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും പോകുന്ന ചരക്ക് കപ്പലുകൾ, അതായത് ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സമയത്തെ ഹൂതികളുടെ മുമ്പിലേക്കാണ് വന്നുപെടുന്നത്. നിങ്ങൾക്ക് ആ ഭൂമിശാസ്ത്രം നോക്കിയാൽ അറിയാം, മാപ്പിൻ്റെ ഒരു ചിത്രം നോക്കുമ്പോൾ അറിയാം. ഈ സൗദി അറേബ്യയുടെ തെക്ക് ഭാഗം, ആ തെക്ക് ഭാഗത്ത് ആണ് ഈ ബാബ് എൽ മന്ദേബ്. തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ബാബ് എൽ മന്ദേബ്. അത് യമനിൻ്റെ ഒരു ഭാഗത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഒരു വശത്ത് യമൻ, സൗദിയുടെ തെക്കുള്ള യമൻ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കടലിടുക്കാണ്. അതിൻ്റെ വീണ്ടും പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയുടെ മുൻപ് ഹോൺ ഓഫ് ആഫ്രിക്കയുടെ ഭാഗത്ത് തള്ളി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ജിബൂട്ടി. അപ്പോൾ അവിടെ ജിബൂട്ടി എന്ന രാജ്യം ഇടതുവശത്തും യമൻ എന്ന രാജ്യം വലതുവശത്തും ആയി നിൽക്കുന്ന ചെറിയ ഒരു കുപ്പിക്കഴുത്താണ് ബാബ് എൽ മന്ദേബ്. അപ്പോൾ അറബിക്കടലിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ചെങ്കടലിലേക്ക്, അത് സൗദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലാണല്ലോ ചെങ്കടൽ, ഈജിപ്തിൻ്റെ കിഴക്ക് ഭാഗത്തും സൗദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുമുള്ള കടലാണ് ചെങ്കടൽ. ആ ചെങ്കടലിലേക്ക് നാവികയാനങ്ങൾക്ക് കടക്കണമെങ്കിൽ ബാബ് എൽ മന്ദേബ് കടന്നു പോകണം. ബാബ് എൽ മന്ദേബ് പ്രദേശത്തിൻ്റെ ഒരു പ്രധാന ശക്തിയാണ് ഹൂതികൾ. അപ്പോൾ അതിലേക്ക് കടന്നു വരുന്ന കപ്പലുകൾക്ക് നേരെ കരയിൽ നിന്നുകൊണ്ട് ഹൂതികൾക്ക് ആക്രമിക്കാം. അവരുടെ ഗൺ ബോട്ടുകൾക്കും മറ്റ് ജലയാനങ്ങൾക്കും ആക്രമിക്കാം. വലിയ യുദ്ധക്കപ്പലൊന്നും ഹൂതികൾക്ക് ഉണ്ടാവില്ല, ചെറിയ ബോട്ടുകൾ ഉണ്ടാവും. പക്ഷേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എണ്ണ ടാങ്കറുകൾ ഉൾപ്പെടെ ആക്രമിച്ച പാരമ്പര്യമാണ് ഹൂതികൾക്കുള്ളത്. പക്ഷേ ഒരു മാസം ഹൂതികൾ മിണ്ടാതെയിരുന്നു. ഇപ്പോൾ പതിയെ രംഗത്ത് വന്നിരിക്കുകയാണ്. യുദ്ധം അടുത്ത സ്റ്റേജിലേക്ക് പോയി. അപ്പോൾ ഹൂതികൾക്കും അറിയാം, ഇറാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്, ശരി, ഇപ്പോൾ നിങ്ങൾ രംഗത്ത് വരൂ. വളരെ സാവകാശമാണ് ഇറാൻ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നത്. ഉന്നത നേതൃത്വമൊക്കെ നഷ്ടപ്പെട്ടിട്ടും പൂർണ്ണമായി തകരാൻ വിസമ്മതിച്ചുകൊണ്ട് ദീർഘകാലം, വർഷങ്ങളോളം ഒരുപക്ഷെ നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനുള്ള മാനസിക തയ്യാറെടുപ്പിൽ അവരുടെ പ്രോക്സീസ്, എക്കാലത്തും ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഹൂതികളെ ഇറാൻ സഹായിച്ചത്. ആവശ്യത്തിന് ഉപകരിക്കാൻ ഇപ്പോൾ ഇതാ ഹൂതികൾ വരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ള ലെബനിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ഘടിപ്പിച്ചു. ഇസ്രായേൽ ഇതൊരു നല്ല അവസരമായി കണ്ടുകൊണ്ട് തെക്കൻ ലെബനനിലെ ഭൂമി, ലെബനൻ്റെ മൊത്തം ഭൂമിയുടെ 10% ഭൂമി അങ്ങോട്ട് ഇസ്രായേൽ കൈയടക്കി. ഈ ഒരു മാസം കൊണ്ട് സംഭവിച്ചത് ഇസ്രായേലിൻ്റെ ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ അവിടെ നടന്നു.
എന്തുകൊണ്ടാണ്? ലിറ്റനി നദി, ഈ കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ലെബനൻ്റെ തെക്ക് ഭാഗത്തോട് ഒഴുകുന്ന ഒരു നദിയാണ് ലിറ്റാനി നദി. ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗം ലെബനൻ്റെ പ്രദേശം, ഇസ്രായേലോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, ഇസ്രായേൽ സേന കയറി അങ്ങ് പിടിച്ചു. അവിടെ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഈ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പം ലിറ്റനി നദിയിലുള്ള പാലങ്ങൾ, അതായത് ലെബനൻ്റെ മുഖ്യഭൂമിയിൽ നിന്നും ലിറ്റനി നദി കടന്ന് തെക്കോട്ട് വരാനാവാത്ത രീതിയിൽ 7 പാലങ്ങളാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസങ്ങളിൽ ബോംബ് ചെയ്ത് നശിപ്പിച്ചത്. അപ്പോൾ ഇസ്രായേൽ ചില ടെറിട്ടോറിയൽ ഗെയിൻ കൂടി ഇതിനകത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു, ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു. അതൊരു കാര്യം. ഹമാസിനെ കുറിച്ച് കാര്യമായി ഒന്നും തന്നെ കേൾക്കുന്നില്ല യുദ്ധത്തിൽ. ഹമാസ് ഈസ് ഡൗൺ ബട്ട് നോട്ട് കംപ്ലീറ്റ്ലി ഔട്ട്. ഇപ്പോഴും അവിടുത്തെ ഭരണകൂടത്തിൻ്റെ സാരഥ്യം വഹിക്കുന്ന ഒരു ട്രാൻസ്ലേഷണൽ സ്റ്റേജിലാണ് ഗാസ എന്നോർക്കണം. അതേസമയം ഹൂത്തികൾ ദേ ഹാവ് കം ബാക്ക് ടു ലൈഫ്. വലിയ ത്രട്ടൊന്നുമല്ല എങ്കിലും നോക്കൂ, ബാബിൽ മന്ദേബ് അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കരുതുക. ലോക വ്യാപാരത്തിൻ്റെ, എണ്ണ മാത്രമല്ല സമസ്ത വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് അതുവഴിയാണ്. വെറുതെ ചെങ്കടലിലേക്ക് അങ്ങ് പോകുന്നതല്ല. ചെങ്കടലിൽ നിന്നും ഈജിപ്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള സൂയസ് കനാൽ, മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ, ദേശസാൽകൃതമായ ഈജിപ്റ്റ് കപ്പം പിരിക്കുന്ന സൂയസ് കനാൽ കടന്ന് എളുപ്പത്തിൽ മെഡിറ്ററേനിയൻ കടലിലേക്കും അവിടുന്ന് യൂറോപ്പിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കും ചരക്കുകൾ എത്തിക്കാൻ പറ്റും. അപ്പം യൂറോപ്പിലേക്ക് ഇന്ത്യയിൽ നിന്നോ പേർഷ്യൻ ഗൾഫ് റീജിയനിൽ നിന്നോ അറബി മേഖലയിൽ എവിടെ നിന്നോ ചരക്കുകൾ എത്തിക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ബാബ് എൽ മന്ദേബ്. അവിടെ നിയന്ത്രിക്കാൻ പോകുന്നത് ഹൂതികളാണെങ്കിൽ ലോക വ്യാപാരത്തിൻ്റെ 20% അപ്സെറ്റാകും. അവിടെ എണ്ണ ഉൾപ്പെടെ ഉണ്ടാകും. എണ്ണയും ആവശ്യ വസ്തുക്കളും കയറ്റുമതി ഉൽപ്പന്നങ്ങളും ഉൾപ്പെടെ 20% ചോക്ഡാകും. അഡീഷണൽ ഒരു ത്രട്ടാണത്. ഓൾറെഡി ലോകത്തിൻ്റെ എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകേണ്ടത് പേർഷ്യൻ ഗൾഫിലെ പ്രവേശന കവാടമായ ഹോർമൂസ് കടലിടുക്കിലൂടെയാണല്ലോ. അവിടെ യുദ്ധം കാരണം അതിലെ പൂർണ്ണ തോതിൽ ചരക്കുകൾ കടന്നുവിടുന്നില്ല. അതോടൊപ്പം ഇവിടെയും കൂടെ ചോക്ക് പോയിന്റ് ആവുകയാണെങ്കിൽ ഇറാൻ ഡബിൾ പ്രഹരമാണ് ലോകത്തിന് നൽകുന്നത്. ലോകരാജ്യങ്ങൾക്ക് ഉണർന്ന് പ്രവർത്തിക്കാതിരിക്കാനാവില്ല. സൗദി അറേബ്യയുടെ ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയിലെ എണ്ണപ്പാടങ്ങളും എണ്ണ സംഭരണശാലകളും അതുപോലെ തന്നെ എക്സ്പോർട്ട് പോയിന്റുകളും തുറമുഖങ്ങളും ചെങ്കടലിലാണ്. ആ ചെങ്കടൽ യുദ്ധമുഖമായി മാറുകയാണെങ്കിൽ വലിയ യുദ്ധമൊന്നും ആകില്ല, പക്ഷെ സുഗമമായ യാത്ര. ഹൂതികൾക്ക് ഇറാൻ്റെ അത്രയും ശക്തിയില്ലല്ലോ, ചെറിയ ഗ്രൂപ്പല്ലേ. പക്ഷേ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും എല്ലാം ചേർന്ന് അവിടെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യം ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നതല്ല, ലോകരാജ്യങ്ങൾ ആഗ്രഹിക്കില്ല, യൂറോപ്പ് ആഗ്രഹിക്കില്ല. അവിടെ അടച്ചിട്ടാൽ എന്താ സംഭവിക്കുക? ആഴ്ചകളോളം എടുത്തുകൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അത് ആഫ്രിക്ക ഭൂഖണ്ഡം മുഴുവൻ ചുറ്റി വരിഞ്ഞ് യൂറോപ്പിലേക്ക് കപ്പലുകൾ എത്താൻ ഉണ്ടാകുന്ന ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയർ ആലോചിച്ച് നോക്കൂ. ഇൻഷുറൻസ് കവറേജ് എങ്ങനെയാണ് കിട്ടുക? വലിയ വിപത്താണ് വരിക. ഇതുകൊണ്ടാണ് ഇറാൻ നീണ്ടോട്ടെ, യുദ്ധം നീണ്ടോട്ടെ, ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ആ മേഖലയിലും തങ്ങൾ പിടിപെടും. ഒരു പക്ഷേ അമേരിക്ക ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടാകാം, ഹൂതികളെ പെർമനൻ്റായി ഫിനിഷ് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം കൂടിയാണിത്. ഒരുപക്ഷെ ആ വഴി ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഹൂതികളെ പൂർണ്ണമായി കീഴടക്കാൻ ആവില്ല എങ്കിൽ പോലും ഹൂതികളുടെ പരമാവധി പ്രഹരശേഷി നശിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചാൽ ഒരുപക്ഷെ നടക്കും. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ആ ഭാഗത്തേക്ക് കൂടി യുദ്ധം നീണ്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഹൂതികൾ ഇപ്പോൾ ചരക്ക് കപ്പലുകൾ കാര്യമായി ആക്രമിച്ചതായി റിപ്പോർട്ടില്ല. പക്ഷേ ഹൂതികൾ 2 ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു. നാശനഷ്ടങ്ങൾ ഇസ്രായേലിലുണ്ടായി. അതിനർത്ഥം ഇനിയും മിസൈൽ ശേഖരം ഹൂതികളുടെ കൈവശം കാണും. അത് സാരമില്ല, അത് അയൺ ഡോം നടത്തുകൊള്ളും. പക്ഷേ അമേരിക്കൻ വാണിജ്യ കപ്പലുകൾ, ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹൂതികൾ പതിയിരുന്ന് ആക്രമിച്ചാൽ എന്ത് സുരക്ഷയാണ് ഉണ്ടാവുക? ഇതൊക്കെ ഒഴിവാക്കണമെന്ന താല്പര്യം എല്ലാ രാജ്യങ്ങൾക്കും, റഷ്യക്കും ചൈനയ്ക്കും ഉൾപ്പെടെ ഉണ്ടാകും. ഇവരൊക്കെ ചൈനയൊക്കെ സപ്ലൈസ് എത്തിക്കണ്ടേ? യൂറോപ്പിലേക്ക് സപ്ലൈ കൊടുക്കണം, ചൈനയുടെ കയറ്റുമതി നടക്കണം, യൂറോപ്പിലേക്കുള്ളത് അവിടെ നിന്നുള്ള ഇറക്കുമതി നടക്കണം. ഇന്ത്യക്ക് ആവശ്യമുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ഇതൊക്കെ നന്നായി ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാന് മേലെ നടത്തുന്ന ഏത് അതിക്രമവും വേറൊരു രീതിയിൽ ലോകത്തിന് മേൽ സമ്മർദ്ദമായി മാറ്റിയെടുക്കാൻ കഴിയും. അതിലെ ഒരു അധ്യായമാണ് ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം. ഇതൊരു നടക്ക് പോവില്ല. ഒരു കോംപ്രിഹെൻസീവ് വെസ്റ്റ് ഏഷ്യ പാക്കേജ് വേണ്ടി വരും. പല ആവർത്തി ഞാൻ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അടിസ്ഥാന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാവണം. അതായത്
ഈ ഇരുട്ട് കൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കരുത്, താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ നോക്കരുത്, ഈ ചട്ടിയുടെ അടിവശത്ത് കുഴിച്ചു വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് നിറയ്ക്കാൻ നോക്കരുത്. അടിസ്ഥാന വിഷയം പാലസ്തീൻ ജനതയുടെ ഡിറ്റർമിനേഷൻ, സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റ് ആണ്. ഒരു ജനതയ്ക്ക്, ചെറുതെങ്കിലും പലസ്തീൻ ജനതയ്ക്ക് ഒരു രാഷ്ട്രമുണ്ടാകണം. വെസ്റ്റ് ബാങ്കും ഗാസയും കേന്ദ്രീകരിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ഉണ്ടാവണം. ഇസ്രായേൽ അതിനുള്ള വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇസ്രായേൽ എന്ന രാജ്യത്തെ ഈ സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ അംഗീകരിക്കേണ്ടി വരും. ഇത് രണ്ടും സമാന്തരമായി നടക്കുന്നു. അപ്പോൾ പിന്നെ ഇസ്രായേൽ അവിടെ ഒരു പ്രശ്ന രാജ്യമല്ലാതെ മാറും. അങ്ങനെയെങ്കിൽ ഇറാൻ ഈ പ്രോക്സികളെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇറാൻ ഏതെങ്കിലും രീതിയിൽ ഹമാസിനെയോ ഹൂതികളോ ഹിസ്ബുള്ളയോ സഹായിച്ചാൽ അത് അനാവശ്യമായ സഹായമായി മാറും. അതുപോലെ ഇറാൻ്റെ പ്രോക്സികൾ ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, സമീപത്തെ പല രാജ്യങ്ങളിലുമുണ്ട്. അതെല്ലാം ഒരു പക്ഷേ ഡിസ്മാൻഡിൽ ചെയ്യപ്പെടണം. അപ്പം ഇറാൻ ഒരു പരിധിവരെ ഈ പ്രോക്സികളിലൂടെ ആ പ്രദേശത്തെ ഡിസ്മാൻഡിൽ ചെയ്യാൻ, ആ പ്രദേശത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഒരു കരാറിലൂടെ, സമഗ്ര കരാറിലൂടെ പിൻവാങ്ങണം. അതായത് ഹൂതികളെ ഇറാൻ സഹായിക്കില്ല എന്ന ഉറപ്പ് സൗദി അറേബ്യക്ക് കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ്? സൗദി എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഹൂതികൾ പലപ്പോഴും മിസൈലുകൾ അയക്കുന്നത്. സൗദിയുടെ അനുകൂല ഒരു ഭരണകൂടമാണ് യമനിൽ നിലനിൽക്കുന്നത്. ആ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഹൂതികൾ യമൻ്റെ ഒരു ഭാഗം പിടിച്ചെടുത്തത്. മറ്റൊരു ഭാഗം സൗദി നിയന്ത്രണത്തിലുള്ള ഒരു ഭരണകൂടമാണ് ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ സൗദിക്ക് ഇറാൻ ചില ഉറപ്പുകൾ കൊടുക്കണം. ഹൂതികളെ സഹായിക്കില്ല. ഹൂതികളെ പക്ഷേ വേട്ടയാടരുത്, നിരന്തരമായി വേട്ടയാടാൻ പാടില്ല, നിലനിൽക്കാൻ കഴിയണം. അവർക്കൊരു സ്വതന്ത്ര ഒരു പ്രദേശം, ഒരു ഓട്ടോണമസ് റീജിയൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയണം. അതുപോലെ ആ പ്രദേശത്തെ മറ്റ് പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരമുണ്ടാവാതെ ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ, തട്ടിക്കൂട്ടിയെടുക്കുന്ന വെടിനിർത്തൽ ഒരിക്കലും ശാശ്വതമാകില്ല. അതേപോലെ ഒരേ ശ്വാസത്തിൽ ഞാൻ വീണ്ടും പറയട്ടെ, സ്വതന്ത്ര പരമാധികാര ഇറാൻ എന്നത് പേർഷ്യൻ ഇറാനിയൻ ജനതയുടെ അവകാശമാണ്. അവർക്കിഷ്ടമുള്ള ഭരണകൂടം തിരഞ്ഞെടുക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് മനുഷ്യാവകാശം രക്ഷിച്ചു നിർത്താൻ അവർക്കൊരു അവകാശമുണ്ട്. അവിടുത്തെ ഭരണകൂടം നല്ലൊരു മനുഷ്യാവകാശ റെക്കോർഡും അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് സമ്മതിക്കേണ്ടി വരും. ഇറാൻ ഒരു ആത്യന്തികമായ ഒരു കരാറിലേക്കൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു കോംപ്രഹെൻസീവ് കരാറാവണം. അല്ലാതെ ഇവിടെ മാത്രം ഗൾഫ് മാത്രം തുറന്നു കൊടുക്കണം, പേർഷ്യൻ ഗൾഫ് റീജിയൻ നാവികളാകണം, അതുപോലെ ഹോർമൂസിന് മേലുള്ള നിയന്ത്രണം അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ളത് ഒരു കാര്യം മാത്രമാണ്. സമഗ്രമായ വിഷയങ്ങൾ ഒരു കരാറിലൂടെ വരുമെങ്കിൽ നല്ലത്. അതുകൊണ്ടാണ് ഈജിപ്തിൻ്റെയും, നോക്കൂ, ഈജിപ്റ്റ് അവിടെ സൂയസ് കനാൽ ഈജിപ്തിൻ്റെ ആണെന്ന് ഓർക്കണം. അവിടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ ഈജിപ്തിന് വേദനിക്കും, വല്ലാതെ വേദനിക്കും. ഈജിപ്തിൻ റവന്യൂവിൻ്റെ 90% സൂയസ് കനാൽ വഴി വരുന്ന വരുമാനമാണെന്ന് ഓർക്കണം. അവിടെ ചുങ്കം പിരിച്ചുകൊണ്ട്, അല്ലാതെ ഈജിപ്തിന് വലിയ എണ്ണപ്പാടങ്ങൾ ഉള്ളതുകൊണ്ടോ വലിയ ഇൻഡസ്ട്രി ഉള്ളതുകൊണ്ടോ അല്ല അവർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈജിപ്റ്റ് ശ്രമിക്കും സമാധാനത്തിന് വേണ്ടി. സൗദിക്ക് നിലനിൽക്കണം, എണ്ണപ്പാടങ്ങൾ സംരക്ഷിക്കണം. നിരന്തരമായി ഇറാനുമായി മുട്ടം വിട്ട് നിൽക്കാനാവില്ല. ഇസ്രായേലുമായിട്ട് ഒരു ധാരണയിൽ പോവുകയും ചെയ്യണം. അവിടെ സൗദി അറേബ്യ നിൽക്കും. തുർക്കി ഈ പ്രദേശത്തെ ഇപ്പോൾ കാര്യമായി കേൾക്കാനില്ല എങ്കിലും എർദോഗാൻ വലിയ ഒരു ഒരു ശക്തിയായി നിൽക്കുന്ന ഒരു രാജ്യമാണ് എർദോഗാൻ്റെ തുർക്കി. അപ്പോൾ തുർക്കിക്കുൾപ്പെടെ ഇതിനകത്ത് ഈ പ്രക്രിയയിൽ ഒരു പങ്കാളിത്തമുണ്ട് എന്നത് ഒരു മേഖലാ ഡോമിനേഷന് വേണ്ടി തുർക്കിക്കും ആഗ്രഹമുണ്ടാകാം. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു ഫോർമുലയിൽ എത്താൻ ശ്രമിക്കുക എന്നതാണ് വേണ്ടത്. അല്ലാതെ പേർഷ്യൻ ഗൾഫ് മേഖലയെ ഒന്ന് തുറന്നു കൊടുക്കുക, യുദ്ധം ഇപ്പോൾ അങ്ങ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ അവിടെ നിലനിൽക്കും. അടിസ്ഥാന കാരണങ്ങളും കൂടെ പരിഹരിക്കാൻ ലഭിക്കുന്ന ഒന്നാം തരം അവസരമാണിത്. അത് കളഞ്ഞു കുളിക്കാതിരിക്കാൻ വിവേകപൂർവമായ നടപടികൾ ഇരുപക്ഷവും, ഇറാനും അമേരിക്കയും ഇസ്രയേലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളും എല്ലാം ശ്രമിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇതിനകത്ത് പാകിസ്ഥാനെ പോലത്തെ ചില രാജ്യങ്ങൾ മുതലെടുപ്പിന് വേണ്ടി, തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചിലത് വളച്ചൊടിച്ച് മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെങ്കിൽ സർവനാശമായിരിക്കും ഫലം. കൂടുതൽ ഡിസ്റ്റോർട്ടഡായി ഇത് പോകാതെ ക്ലാരിറ്റി ഓഫ് മൈൻഡോടുകൂടി ഒരു പ്രശ്നപരിഹാരം, ലേശം വൈകിയാൽ പോലും പ്രശ്നപരിഹാരം സാധ്യമാകുമെങ്കിൽ നന്ന്. കരയുദ്ധം നല്ലതിനല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, യുദ്ധം കൊണ്ട് ഒരു ലക്ഷ്യവും പൂർണ്ണമായി കൈവരിക്കാൻ ആവില്ല എന്ന് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ പറഞ്ഞുകൊണ്ട് സമാധാന പ്രക്രിയ മാത്രമാണ് പരിഹാരമെന്നും അതിന് രണ്ടു പക്ഷത്തും വിട്ടുവീഴ്ച ചെയ്യണം എന്നുമുള്ള
ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.